നല്ല ഫ്രഷ് പുണ്ടം രാവിലെ കുളിക്കാൻ വന്നപ്പോൾ കണ്ടത്. നല്ല അടിപൊളി. ഇപ്പം ഞാൻ പോയിട്ടുള്ളൂ ഇവിടെ ആന വന്നിട്ട്. ഈ ഭാഗത്തെ കുളിക്കാളിയന്മാർ പോയിട്ടുണ്ട്. നല്ല ഫ്രഷ് പുണ്ടം. ഞാൻ വന്നത് ഇന്നലെ കുറച്ച് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്നലെ കുറച്ച് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് വന്നു. നമുക്ക് ആന രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആന എടുത്തുകൊണ്ട് പോകും. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് വരാണെങ്കിൽ ആന ഇതേമാതിരി ഇപ്പം ഉണ്ടാക്കിയിട്ട് ആളുടെ വഴിക്ക് പോയിട്ടുണ്ടാവും. നമ്മൾ നൈസായിട്ട് പതിയെ വന്നേക്കാം നമ്മൾ കൂട് നോക്കാൻ. എന്താവോ കൂട് ചിലപ്പോൾ ആന ചവിട്ടി പൊളിച്ച് കളഞ്ഞിട്ടുണ്ടാവും എന്ന് ഡൗട്ടുണ്ട്. ചവിട്ടി പൊളിച്ച് കളഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഇവിടെയൊക്കെ ഉണ്ടോ ആന തിന്നുപോയാണ് സ്ഥലങ്ങളാണ്. ഇത് കിടക്കണം ആനക്കുണ്ടാവും. ഇവിടെയൊക്കെ ആന വന്ന് പെരുമാറുന്ന ഏരിയ. അതുകൊണ്ട് നമ്മൾ ലേറ്റായി വരുള്ളൂ ആന പോകാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് കൂട് വെച്ചാണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ. കണ്ടിട്ടൊന്നുമില്ലാന്ന് തോന്നുന്നു. ഇവിടെ വയ്ക്കുമ്പോൾ നമുക്കൊന്നും കിട്ടാറില്ല കേട്ടോ, സത്യമായിട്ടും. ചെളി മാത്രം. എന്ത് തേങ്ങയൊന്നും മനസ്സിലാവില്ല. ഈ ഏരിയ ഓക്കെ അല്ല. ഇവിടെ നിന്ന് മാറ്റി വിടണം. ഈ ഒരു സ്ഥലം അതിൻ്റെ അപ്പുറത്ത് വയ്ക്കുമ്പോൾ കിട്ടാറുണ്ട്. അവിടെ ആയിട്ട് വയ്ക്കും. ഇവിടെ വയ്ക്കുമ്പോൾ ഒന്നും കിട്ടില്ല. ഇപ്പോൾ അവിടെ മീമ കൂടെ വെച്ചിട്ടൊന്നും കിട്ടിയില്ല. നമ്മളിത് ഇവിടെ ആയിട്ട് വേറെ ഒന്നും താഴ്ത്തിയില്ല. ഇവിടെ ആനയുണ്ടോ നോക്കട്ടെ. എന്താ ഒരു ചിഹ്നം വിളി ഞാൻ കേട്ടു ആനയുടെ. ഇതിപ്പോൾ ഇവിടെ എവിടെയാണ് വെച്ചത് സ്ഥലം മനസ്സിലാവില്ല. കണ്ട ഗൈസ്, ആന വന്ന് തിന്നണ ഏരിയയാണ് കണ്ട. അപ്പോൾ ഞാൻ ദൂരട്ടെ ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പയ്യെ വലിക്കട്ടെ കൂട്. നോ രക്ഷ ഗൈസ്. 2 കൂട് വെച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് 2 കൂട് വെച്ചിട്ടും നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. എന്നും മീൻ കിട്ടിയാൽ ശരിയാവില്ലല്ലോ. 2 ദിവസം മുന്നേ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ അപ്ലോഡ് ചെയ്ത. അപ്പോൾ ഇന്നും നമുക്കൊന്നും കിട്ടിയില്ല. നമുക്കിനി സ്പോട്ടൊക്കെ മാറ്റി പിടിച്ച് വേറെ എവിടെയെങ്കിലൊക്കെ വെച്ച് നോക്കാം. ഇതേ പിണ്ടം, ആനപ്പിണ്ടം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പിന്നെയും കാണാം. ബൈ ബൈ.